ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ തറവാട്ടിലുള്ള നമ്മുടെ രണ്ട് പിള്ളേരും കൂടിയിട്ടുണ്ട്. അപ്പോൾ 10 കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് ഞാൻ പറയുന്നത് കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു അവസരം ഒത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെയും കൂട്ടി പോകുമ്പോൾ അവരുടെ ഇഷ്ടം കൂടി പ്രിഫറൻസ് കൊടുക്കേണ്ടതായതുകൊണ്ട് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ എല്ലാവരും കൂടിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചി വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു ദിവസം അവരുടെ മൊത്തത്ത് കുട്ടികളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. 10 പേരെയും കൊണ്ട് ഞാനും മനോടും കൂടിയിട്ട് പുറത്തേക്ക് വരാമെന്ന് പറയാം. പക്ഷെ 10 പേരിൽ കുറച്ച് പേരൊക്കെ വലുതായിട്ടാണ്, കുട്ടികളൊന്നും വിളിക്കാൻ പറ്റില്ല, അവരൊക്കെ ടീനേജേഴ്സായി. എന്നിരുന്നാലും നമുക്ക് അവരെപ്പോഴും കുട്ടികളല്ലേ. അപ്പോൾ അവരെയും ചേർത്തിട്ട് നമ്മൾ ആദ്യമായിട്ട് ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചി ഹൈക്കോർട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് കേട്ടോ. നമ്മളിവിടെ എത്തിയത് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ, അതായത് ഗുരുവായൂർ പാസഞ്ചർ വഴിക്കാണ്. നമുക്ക് പൂങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 7:10 ആയിട്ടായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പല പല വണ്ടികളിലാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയത്. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ എറണാകുളം നോർത്തിൽ വന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അവിടെ നിന്ന് വീണ്ടും മെട്രോ ട്രെയിൻ വഴി നമ്മൾ MG റോഡ് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹൈക്കോർട്ടിലേക്ക് വന്നിട്ട് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 5 വയസ്സിൻ്റെ മേലേക്കുള്ള എല്ലാ കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. 40 രൂപയാണ് ഹൈക്കോർട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 25 മിനിറ്റോളാണ് സമയം പറയുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഏരിയാസൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മുടെ ബോട്ട് കൊച്ചി കായലിൽ നിന്ന് സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കൊച്ചി കായലിലൂടെ 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്, സാധാ ബോട്ടിലും വല്ലാർപ്പാടത്തേക്കും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് തന്നെ നമ്മൾ ഇതിന് മുമ്പ് 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഫുൾ ഗ്ലാസ് ഇട്ട് അതുപോലെ തന്നെ AC ബോട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് പോകുമ്പോൾ നമുക്ക് പുറത്തത്തെ ആ ഒരു കാറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അത് ക്ഷീണം, വെയിൽ, അങ്ങനത്തെ ഒരു വക പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയത് 2 സ്ഥലത്തായിട്ടായിരുന്നു. നമ്മൾ അറിയാലോ 10+ ഞങ്ങൾ 2 പേരും 12 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഈ ബോട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് മാത്രമല്ല സ്റ്റാൻഡിങ് എന്നുള്ള രീതിയിലും അവർ നമ്പർ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ് ഫുള്ളായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ സ്റ്റാൻഡിങ് ഉള്ളവരുണ്ടായിരുന്നു കേട്ടോ. ഈ വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ കൊച്ചിയിൽ എത്തുമ്പോൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ കൂടെ ചേർക്കുകയാണ്. അതായത് watermetro.co.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കൊക്കെയാണ് ഈ വാട്ടർ മെട്രോ ഉള്ള അവൈലബിലിറ്റി ഉള്ളത് എന്നുള്ളത് അറിയാം. ഒപ്പം തന്നെ അതിൻ്റെ ടൈമിങ്സ് അറിയാൻ പറ്റും, റേറ്റ് അറിയാൻ പറ്റും, എത്ര സമയം എടുക്കുമെന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളത് നേരത്തെ നോക്കി വെച്ചിട്ടായിരുന്നു നമ്മൾ ട്രെയിനിലൊക്കെ ഇപ്പോൾ വന്നിരുന്നത്. അത് മാത്രമല്ല ഇവിടെ വാട്ടർ മെട്രോയിൽ കയറാൻ നിങ്ങൾ ആഗ്രഹിച്ച് വരുന്നുണ്ടെങ്കിൽ പരമാവധി നേരത്തെ എത്താൻ നോക്കുക. അതായത് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 6 മണി വരെയൊക്കെ നമുക്ക് അവിടെ വാട്ടർ മെട്രോ അവൈലബിൾ ആണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ കുറച്ച് തിരക്ക് കുറവുള്ള സമയമായിരുന്നു. നമ്മളെത്തിയപ്പോൾ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രിപ്പിലാണ്, അതായത് നമ്മൾ ടിക്കറ്റ് എടുത്ത് വന്നതിന് ശേഷം ക്യൂ നിന്നതിന് ശേഷം ഒരു ബോട്ട് പോയതിന് ശേഷം സെക്കൻഡ് ട്രിപ്പിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ സമയം അത്രയും അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചില പ്ലാനിങ്ങുകളൊക്കെ പതറിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പല പ്ലാനിങ്ങുകളും നടന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഒരു കംഫർട്ട് സോണൊക്കെ നോക്കിയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ ചില മിസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും നേരത്തെ വരാൻ നോക്കുക. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ ടെർമിനലും എല്ലാം കാണാനായിട്ട് പറ്റി. ഒപ്പം തന്നെ ഞാനതൊക്കെ കുട്ടികളുടെ കൂടെ നിന്നിട്ട് അവർക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ അടുത്ത് നമ്മൾ 2 സെറ്റായിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് പേരുടെ അടുത്ത് വന്നിട്ട് അവർക്കിതൊക്കെ പറഞ്ഞു കൊടുത്തു. ഒപ്പം തന്നെ ഓരോ കണ്ടെയ്നേഴ്സ് ലോറിയിലേക്ക് മാറ്റുന്നതോ ഒക്കെ ട്രെയിൻ വെച്ച് മാറ്റുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. അതിൻ്റെ ഒപ്പം തന്നെ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഒരുപാട് ഡോൾഫിൻസ്. ഈ ഡോൾഫിൻസിനെ കാണുമ്പോഴാണ് കേട്ടോ എല്ലാവരും ഓടിയിടുന്നത്. ഒരുപാട്, അതായത് കുറേ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 2-3 പല സ്ഥലത്തായിട്ട് കാണുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെ കുട്ടികൾക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനൊരു ഭാഗ്യം കിട്ടിയിട്ടാണ്. എല്ലായ്പ്പോഴും അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. കുട്ടികൾ നല്ല വലിയവരാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളവരെല്ലാവരും ഓടിയിട്ടിടുന്നു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ഇതും. അപ്പോൾ അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ മാക്സിമം നന്നായിട്ട് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ലൈഫ് ജാക്കറ്റ് ഇടേണ്ട കാര്യങ്ങളൊക്കെ അവർ സ്ക്രീനിൽ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട്
ലൈഫ് ജാക്കറ്റ് ബോട്ടിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ കമ്പൽസറി ആയിട്ട് പറഞ്ഞ് ചെയ്യിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സുരക്ഷ നോക്കണം എന്നുള്ളത് ഫസ്റ്റ് പ്രിഫറൻസ് ആണെങ്കിൽ, പക്ഷേ നമുക്ക് ഒരു മടി തോന്നില്ലേ, മറ്റാരും ഇടണില്ല, നമ്മൾ മാത്രം ഇട്ടു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ദൈവാനുഗ്രഹത്താൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ യാത്രയിൽ നിങ്ങളെയും കൂട്ടുകയാണ്. അപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരൊക്കെ വാട്ടർ മെട്രോ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. ഉണ്ണികളെ പിടിക്കേ നടക്കാൻ അതിലുണ്ടായോ ഒന്നുമില്ല, 1-2 മീനുള്ളോ, കുറച്ചുണ്ട്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ചീനവലകളെ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണല്ലോ ഫോർട്ട് കൊച്ചി നിന്ന്. അപ്പോൾ അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക, അവർക്ക് അതിലത്തെ മീൻ പിടിക്കുന്നത് കാണിച്ചു കൊടുക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഓരോ കാര്യങ്ങളും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവർക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം സമയമൊക്കെ എടുത്തിട്ടാട്ടോ ഫോർട്ട് കൊച്ചി കാണാനൊക്കെ എടുത്തത്. പിന്നെ നമ്മൾ 12 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒത്തിരി ദൂരങ്ങൾ നടന്ന് കാണാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ തട്ടിമുട്ടി നിന്നു, കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു അടിപൊളി ഷിപ്പ് നമ്മുടെ കണ്ണിൽ പെട്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഷിപ്പ് നോക്കി നിൽക്കലായി. പിന്നെ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് ആ ഷിപ്പിൻ്റെ മുകളിൽ ഒരു ബോളൊക്കെ വെച്ചിരിക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷേ സത്യത്തിൽ അത് എന്താണെന്നൊന്നും നമുക്ക് ക്ലിയർ ആയില്ല. പക്ഷെ അതിൽ കുറേ ആളുകളും അതോടൊപ്പം തന്നെ അവരുടെ അടുത്ത് തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവരായിരുന്നു. എന്തൊരു സ്പെഷ്യൽ ഷിപ്പാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിപ്പെടുന്ന വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും